കൂടുതൽ വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോൾ ചെയ്യുന്നുണ്ട്. ആന്റണി, അർജുനായുള്ള തിരച്ചിൽ പുനരാരംഭിച്ചിരിക്കുന്നു. ഗംഗാവലി പുഴയിൽ ഈശ്വർ മൽപെ ഇറങ്ങിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഈ അനിശ്ചിതത്വങ്ങൾക്ക് ഒടുവിലാണ് ഇപ്പോൾ അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ ഗംഗാവലി പുഴയിൽ പുനരാരംഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, രാവിലെ വലിയ പ്രതിസന്ധി ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. ഇന്ന് ഈ തെരച്ചിൽ ആരംഭിക്കുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നേവി സംഘം അവിടേക്ക് എത്തിയിരുന്നു. പക്ഷേ അവർക്ക് അവിടേക്ക് ഇറങ്ങാനുള്ള അനുമതി ജില്ലാ ഭരണകൂടം നൽകിയിരുന്നില്ല. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വൈകുന്നേരത്തോടു കൂടി ഈശ്വർ മൽപെ, പ്രാദേശിക മുങ്ങൽ വിദഗ്ധനായ ഉടുപ്പിയിൽ നിന്നുള്ള ഈശ്വർ മൽപെ എത്തിയത്. അദ്ദേഹം കഴിഞ്ഞ തവണയൊക്കെ വന്ന് ഇത് ശ്രമിച്ച് പരാജയപ്പെട്ട് മടങ്ങുകയാണ് ചെയ്തത്. കാരണം വലിയ അടിയൊഴുക്കാണ് ആ ഘട്ടത്തിൽ പുഴയിൽ അനുഭവപ്പെട്ടിരുന്നത് എന്നുള്ളതാണ് ആ ഘട്ടത്തിലൊക്കെ പ്രതിസന്ധിയായി നിലനിന്നിരുന്നത്. അങ്ങനെ അദ്ദേഹം മടങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഏതായാലും ഇന്നിപ്പോൾ കുറെ കൂടി അനുകൂലമായ നിലയിലേക്ക് ഗംഗാവലി പുഴ എത്തിയിരിക്കുന്നു. MLA പറഞ്ഞതനുസരിച്ച്, കാർവാർ MLA പറഞ്ഞതനുസരിച്ച് 2 നോട്ട് സ്പീഡിലാണ് ഇപ്പോൾ ഗംഗാവലി പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അത് നിലവിൽ മുങ്ങാനുള്ള ആ ഒരു ദൗത്യത്തിനേറെ അനുകൂലമാണ് എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ ഈശ്വർ മൽപെ പുഴയിലേക്ക് ഇറങ്ങുകയാണ് എന്നുള്ളതാണ്. അദ്ദേഹം ഇപ്പോൾ ഡൈവ് ചെയ്യുകയാണ് പുഴയിലേക്ക്. നമുക്കറിയാം, ഐബോർഡ് സിഗ്നലുകൾ നേരത്തെ ലഭിച്ചിരുന്നു. ഈ പുഴയ്ക്ക് ഏതാണ്ട് കരയിൽ നിന്ന് 60 മീറ്റർ നീളത്തിൽ അർജുൻ സഞ്ചരിച്ചിരുന്ന ലോറി അത് പുഴയുടെ ആഴങ്ങളിലുണ്ട് എന്നുള്ള ഒരു സ്ഥിരീകരണം നമ്മൾ ഐബോർഡ് ഡ്രോൺ പരിശോധനയിൽ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ നമ്പ്യാർ നടത്തിയ ഐബോർഡ് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ആ പോയിന്റ് കേന്ദ്രീകരിച്ചാണ്, അതായത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്നത് പോലെ തന്നെ പുഴയ്ക്ക് നടുവിൽ ഈ ഉരുൾപൊട്ടലിന്റെ ഭാഗമായി ഒരു മൺകൂന രൂപപ്പെട്ടിട്ടുണ്ട്. ഈ മൺകൂനയ്ക്ക് ചേർന്ന് ഈ ലോറി ഉണ്ടാകുമെന്നുള്ളതാണ് കരുതുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അടിയൊഴുക്കുണ്ടായിരുന്ന ആ ഘട്ടത്തിലൊക്കെ ഇറങ്ങിയപ്പോഴും ആ ഭാഗത്തേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല, കലങ്ങിയ അവസ്ഥയിലായിരുന്നു പുഴ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈശ്വർ മൽപെ അടക്കം പറഞ്ഞിരുന്നത് ഒരു കണ്ണുകെട്ടി പുഴയിലേക്ക് ഇറങ്ങുന്ന അവസ്ഥയാണ് അന്ന് പുഴയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം പിന്നീട് തിരിച്ചു മടങ്ങുകയാണ് ചെയ്തത്. കാലാവസ്ഥ അനുകൂലമായ ശേഷം തിരികെ കയറാം എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും അതിപ്പോൾ മാറിയിരിക്കുന്നു. പുഴ കുറെ കൂടി തെളിഞ്ഞ് ഒഴുകുന്നുണ്ട്. പുഴയുടെ ഒഴുക്ക് കൂടുതൽ അനുകൂലമായിട്ടുണ്ട്. നേരത്തെ നേവി അടക്കം പറഞ്ഞിരുന്നത് നമുക്ക് സേഫായി ഈ പുഴയിലേക്ക് ഡൈവ് ചെയ്യാൻ കഴിയണമെങ്കിൽ ആ പുഴയുടെ ഒരു സ്പീഡ് എന്ന് പറയുന്നത് ഒരു 3 നോട്ട് സ്പീഡിലേക്കെങ്കിലും എത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇന്നിപ്പോൾ MLA പറയുന്നതനുസരിച്ചാണെങ്കിൽ 2 നോട്ടിലേക്ക് പുഴയുടെ സ്പീഡ് എത്തിയിട്ടുണ്ട്. അടിയൊഴുക്കിന്റെ സ്പീഡ് 2 നോട്ടാണ്. 2 നോട്ട് ഡൈവ് ചെയ്യാൻ, ആഴത്തിലിറങ്ങിയുള്ള ഡൈവിങ്ങിന് ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈശ്വർ മൽപെ ഇപ്പോൾ വൈകുന്നേരത്തോടു കൂടി അദ്ദേഹം എത്തുകയും അദ്ദേഹത്തിന് അനുമതി നൽകുകയും ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഇനി 2 മണിക്കൂറായിരിക്കും തെരച്ചിൽ നടത്തുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നും നാളെയും അടുത്ത ദിവസങ്ങളിലും ഈ തെരച്ചിൽ തുടരുമെന്നും ഈശ്വർ മൽപെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അദ്ദേഹം ഇപ്പോൾ പുഴയിലേക്ക് ഡൈവ് ചെയ്തിട്ടുണ്ട്. ഡൈവ് ചെയ്ത് നമ്മൾ നേരത്തെ 4 പോയിന്റുകളാണ് അന്ന് ഈ ഐബോർഡ് ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നത്. അതിൽ 4ാമത്തെ പോയിന്റായ പുഴയിലെ തീരത്ത് നിന്ന് 60 മീറ്റർ ദൂരത്തിൽ ഏതാണ്ട് 10 മീറ്ററോളം അന്ന് ഈ ഐബോർഡ് ഡ്രോൺ പരിശോധനയിൽ കിട്ടിയിരുന്നു. ആ ഭാഗം കേന്ദ്രീകരിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തെരച്ചിൽ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. ഏതായാലും ആ ഭാഗത്തേക്കാണ്. പക്ഷേ ഇന്ന് അദ്ദേഹം അവിടെ നിന്നിപ്പോൾ അദ്ദേഹം പുഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി കൂടുതൽ ആഴങ്ങളിലേക്ക് പോയ ശേഷം ഈ ലോറിയുള്ള ആ പോയിന്റിലേക്ക് എത്തുക എന്നുള്ളതാണ്. കഴിഞ്ഞ തവണയൊക്കെ അവിടേക്ക് എത്താൻ അദ്ദേഹത്തിന് ഒരു പരിധി കഴിഞ്ഞിറങ്ങാൻ സാധിച്ചിരുന്നില്ല. അദ്ദേഹം തിരികെ കയറുകയാണ് ചെയ്തത്. 4ഉം 5ഉം തവണയൊക്കെ ഡൈവ് ചെയ്തതിനു ശേഷം അദ്ദേഹം തിരിച്ചു കയറുകയാണ് ചെയ്തത്. അദ്ദേഹം സാധാരണഗതിയിൽ കർണാടകയിലെ ഏറ്റവും ജലമനുഷ്യൻ എന്നാണ് ഈശ്വർ മൽപെ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹം ഏറ്റവും ദുർഘടമായ സാഹചര്യങ്ങളിൽ അടക്കം നിരന്തരമായി ഇത്തരം ദൗത്യങ്ങൾ നടപ്പാക്കിയിട്ടുള്ള ഒരാളാണ്. കടലിലാണെങ്കിലും പുഴകളിലാണെങ്കിലും ഒക്കെ കുത്തൊഴുക്കിനെ അതിജീവിച്ച് അവരുടെ യൂട്യൂബ് ചാനലുണ്ട്, അതിൽ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയും. അത്തരത്തിൽ ഏറ്റവും ദുർഘടമായ ദൗത്യങ്ങൾ നിരവധി തവണ ചെയ്തു പരിചയമുള്ള ഒരാളാണ് ഈശ്വർ മൽപെ. അദ്ദേഹം അന്ന് വന്ന ഘട്ടത്തിൽ എല്ലാവരും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ആ വരവിനെ കണ്ടത്. കാരണം അന്ന് ഇന്ത്യൻ നേവി അടക്കം ഇറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് പുഴയിലുണ്ടായിരുന്നത്. പക്ഷേ അത് മറികടന്നുകൊണ്ടാണ് ഈശ്വർ മൽപെ ആ ദിവസം പുഴയിലേക്ക് അദ്ദേഹം ഡൈവ് ചെയ്തത്. പക്ഷേ ആദ്യത്തെ ദിവസം ഇറങ്ങിയപ്പോൾ അദ്ദേഹം ഒഴുക്കിൽപ്പെടുന്നൊരു സാഹചര്യമുണ്ടായി. ഈ ഒഴുക്കിൻ്റെ വേഗത ഏതാണ്ട് അന്ന് 8 നോട്ടിനടുത്തൊക്കെയായിരുന്നു പുഴയുടെ വേഗത അന്നുണ്ടായിരുന്നു. എന്നിട്ടും അദ്ദേഹം ഇറങ്ങി. അദ്ദേഹം 2 ദിവസത്തോളം ആ ശ്രമം നടത്തുകയും ചെയ്തു. പക്ഷേ അടിയൊഴുക്ക് അതുപോലെ തന്നെ കലങ്ങിയ പുഴയും വലിയ പ്രതിസന്ധി തീർത്തു. അതിനുശേഷമാണ് ആ ദൗത്യം അവസാനിപ്പിച്ച് മടങ്ങിയത്. ഏതായാലും വീണ്ടും ആ ദൗത്യം പുനരാരംഭിച്ചിരിക്കുന്നു. അർജുന് വേണ്ടിയുള്ള ദൗത്യം ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ വീണ്ടും പുനരാരംഭിക്കുകയാണ്. ഈശ്വർ മൽപെ ഇപ്പോൾ പുഴയിൽ ഇറങ്ങിയിരിക്കുന്നു. അദ്ദേഹം ഇനി തിരികെ വരുമ്പോൾ
എന്താണ് ഈ ലോറി ആ ഭാഗത്ത് ഉണ്ടോ? അതായത് നമ്മൾ നേരത്തെ കണ്ടെത്തിയ ഐബോർഡ് ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയ ആ പോയിന്റിൽ പുഴയുടെ അടിത്തട്ടിൽ ലോറി ഉണ്ടോ എന്നുള്ളതാണ് ഇനി അറിയേണ്ട ഒരു കാര്യം. നമുക്ക് കാരണം അന്ന് പറഞ്ഞത് പുഴയിൽ ഒരു ശക്തിയേറിയ ലോഹ സാന്നിധ്യമുണ്ട്, അത് ഈ ലോറി ആകാം എന്നുള്ളതാണ് ഇന്ദ്രബാലൻ നമ്പ്യാർ അന്ന് പറഞ്ഞിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആ മേഖലയിലാണ് അവർ ഇറങ്ങുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും അദ്ദേഹം ഇപ്പോൾ പുഴയുടെ അടിത്തട്ടിലേക്ക് പോയിട്ടുണ്ട്. അടിയൊഴുക്ക് ഇല്ല, അത് അനുകൂലമായ സാഹചര്യമാണ്. 2 നോട്ട് സ്പീഡാണ്. അത് മുങ്ങി തപ്പുന്നതിന്, ഡൈവ് ചെയ്യുന്നതിന്, ഈ ഡീപ്പ് ഡൈവിങ്ങിന് ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യമാണ്. ഇന്ത്യൻ നേവിയുടെ അല്ലെങ്കിൽ മുങ്ങൽ വിദഗ്ധർ അവർ പറയുന്ന ഒരു പ്രകാരം 3 നോട്ട് വരെയാണ് സേഫായി നമുക്ക് പുഴയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുക, ഡീപ്പ് ഡൈവ് ചെയ്യാൻ സാധിക്കുക. അത് 3 എന്ന് പറയുന്നത് ഇന്ത്യൻ നേവിയെ സംബന്ധിച്ച് ജീവൻ രക്ഷിക്കാൻ വേണ്ടി അത്തരം സാഹചര്യങ്ങൾ മാത്രമാണ് 3 നോട്ടിൽ ഇറങ്ങുക. ഏതായാലും 2 നോട്ടിലേക്ക് ഇപ്പോൾ എത്തിയെന്നാണ് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയ്ത് വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ 2 നോട്ടിനടുത്താണ് ഇപ്പോൾ പുഴ ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡീപ്പ് ഡൈവിങ്ങിന് അനുകൂലമാണ്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് ഈശ്വർ മൽപ്പയ്ക്ക് പുഴയിൽ ഇറങ്ങാനുള്ള ഒരു അനുവാദം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒപ്പം അദ്ദേഹത്തിൻ്റെ സംഘാംഗങ്ങളുണ്ട്. എല്ലാ സുരക്ഷാ മുൻകരുതലുകളോടും കൂടി അദ്ദേഹം ഇറങ്ങിയിട്ടുള്ളത്. തെരച്ചിലിന് അന്ന് ഈശ്വർ മൽപ്പ വന്നപ്പോൾ ഉണ്ടായിരുന്നത് പോലെ മത്സ്യബന്ധന വെള്ളങ്ങളാണ്. അത് കുറെ കൂടി പുഴയിൽ സ്റ്റേബിളായി അതിന് നിൽക്കാൻ കഴിയും. മറ്റ് ഈ നേവിയുടെയൊക്കെ ഡിങ്കി ബോട്ടുകളെക്കാൾ കൂടുതൽ സ്റ്റേബിളായി ഈ മത്സ്യബന്ധന വെള്ളങ്ങൾക്ക് നിൽക്കാൻ കഴിയും. ആ വെള്ളത്തിൽ നിന്നുകൂടി ആങ്കർ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ പുഴയിലേക്ക് ഡീപ്പ് ഡൈവ് ചെയ്തിരിക്കുന്ന ആഴങ്ങളിലേക്ക് പോയിട്ടുള്ളത്. ഏതായാലും അദ്ദേഹം എത്ര ദൂരം പോകും, അദ്ദേഹത്തിന് ഇത് കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് അറിയേണ്ടത്. അദ്ദേഹം ഇപ്പോൾ പുഴയിൽ തിരച്ചിൽ നടത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. ആന്റണി, ഈശ്വർ മൽപ്പെ മാത്രമാണോ പുഴയിറങ്ങിയത്? മറ്റു മത്സ്യത്തൊഴിലാളികൾ ഇപ്പോഴും ഈശ്വർ മൽപ്പയുടെ കൂടെ പുഴയിൽ തിരച്ചിൽ കൂടെയുണ്ടോ? അതുപോലെ തന്നെ ഇന്ന് എത്ര മണിക്കൂറാണ് തെരച്ചിൽ നടത്തുക? അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? നിലവിൽ ഈശ്വർ മാൽപ്പയും അദ്ദേഹത്തിന്റെ സംഘങ്ങളുമാണ് ഒപ്പമുള്ളത്. അതിനു പുറമെ SDRF, സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫോഴ്സ്, അതുപോലെ തന്നെ NDRF സംഘങ്ങളാണ് ഉള്ളത്. നേരത്തെ രാവിലെ നാവികസേനയുടെ സംഘം അവിടേക്ക് എത്തിയിരുന്നെങ്കിലും കാലാവസ്ഥ അനുകൂലമല്ല എന്നുള്ള ഒരു കാരണം ചൂണ്ടിക്കാട്ടി അവർക്ക് പുഴയിലിറങ്ങാനുള്ള ഒരു അനുമതി ലഭിച്ചിരുന്നില്ല. പിന്നീട് അവർ മടങ്ങുകയാണ് രാവിലെ ചെയ്തത്. പക്ഷേ വൈകുന്നേരത്തോടു കൂടി ആ സംഘാംഗങ്ങൾ അവിടേക്ക് എത്തുകയും കാലാവസ്ഥ അനുകൂലമാണ് എന്നുള്ളതാണ് ആദ്യം കാർവാർ MLA പറഞ്ഞിരുന്നത്. നാളത്തോടുകൂടി നമുക്ക് തിരച്ചിൽ ആരംഭിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. പക്ഷേ തൊട്ടു പിന്നാലെ തന്നെ ഈശ്വർ മൽപ്പയുടെ സംഘം ഏതാണ്ട് 3:30 അവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അദ്ദേഹം ഇറങ്ങിയ ശേഷം അദ്ദേഹം പറഞ്ഞത്, നിലവിൽ നമുക്ക് അനുമതി ലഭിച്ചിട്ടുണ്ട്, പുഴയിലേക്ക് ഇറങ്ങാനുള്ള അനുമതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നും നാളെയും അടുത്ത ദിവസങ്ങളിലും തെരച്ചിൽ തുടരും. ഇന്നിപ്പോൾ 2 മണിക്കൂർ തെരച്ചിൽ നടത്താനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഈ 2 മണിക്കൂറും ഈ പുഴയുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങി തെരച്ചിൽ നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊന്നുള്ളത്, ഈ പുഴയുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നതെന്ന് പറയുന്നത്, നമ്മൾ ആ ദൗത്യം നടന്നിരുന്ന ദിവസങ്ങളിൽ, ഈ ആദ്യഘട്ട ദൗത്യം നടന്ന ദിവസങ്ങളിലൊക്കെ ഗംഗാവലി പുഴ വളരെ കലങ്ങി മറിഞ്ഞ് രൗദ്രഭാവത്തിൽ ഒഴുകുന്ന പുഴയാണ് നമ്മൾ അന്ന് കണ്ടിരുന്നത്. കുത്തി കലങ്ങി ഒഴുകുന്ന പുഴയാണ് അന്ന് കണ്ടിരുന്നതെങ്കിൽ കുറെ കൂടി തെളിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ പുഴ എന്നുള്ളതാണ് ഏറ്റവും അനുകൂലമായ ഒരു ഘടകം എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ആ മുകളിലെ ഒഴുക്കാണെങ്കിൽ പോലും അതിന് അന്നത്തെ അത്രയും വേഗതയില്ല, കുത്തൊഴുക്ക് ഇല്ല എന്നുള്ളതാണ്. പുഴയിൽ അടിയൊഴുക്കും വലിയ രീതിയിൽ കുറഞ്ഞു. അന്ന് 8 നോട്ടൊക്കെയാണ് പുഴയുടെ അടിയൊഴുക്ക് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ പുഴയിലെ ഒഴുക്കും അത്തരത്തിലാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ അത് 2-നടുത്തേക്ക് ഏറ്റവും സേഫായി ഡീപ്പ് ഡൈവ് ചെയ്യാൻ കഴിയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. നിലവിൽ ശിരൂരിൽ നിന്നും ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, ഈശ്വർ മൽപ്പെ പുഴയിറങ്ങിയിരിക്കുന്നു. തെരച്ചിൽ ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? കാലാവസ്ഥയൊക്കെ ഇപ്പോൾ തെരച്ചിലിന് അനുകൂലമാണോ? കാലാവസ്ഥ ഇപ്പോഴും അനുകൂലമായി തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈശ്വർ മൽപ്പെ 1ാം ഘട്ടം മുങ്ങലിന് വേണ്ടി അദ്ദേഹം ഈ പോയിന്റ് നമ്പർ 4ലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റും ഇരുവള്ളങ്ങൾ ഇദ്ദേഹത്തിന് അകമ്പടിയായി പോകുന്നുണ്ട്. ഇത്തരത്തിൽ സുരക്ഷിതമായി ഒരു ഡൈവിംഗ് സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വള്ളങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം പോയിന്റ് നമ്പർ 4ലേക്ക് എത്തിച്ചേരും. അവിടെയാണ് ശക്തമായ ലോഹ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത്. റഡാർ സിഗ്നലിലും സോണാർ സിഗ്നലിലും അതുപോലെ തന്നെ ഐബോർഡ് സംവിധാനത്തിലും ലോറി ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൊരു പ്രദേശമാണ് ഇവിടം. കഴിഞ്ഞ ദിവസങ്ങളിലെ അപേക്ഷിച്ച് ഈ പ്രദേശത്തിൽ ഇപ്പോൾ കൂടുതൽ വിസിബിലിറ്റി കൈവന്നിരിക്കുന്നു, സുതാര്യത കൈവന്നിരിക്കുന്നു.